കുറെ കാലങ്ങൾ അന്ന് പഴയ വീടായിരുന്നു, ഓടിട്ട പഴയ വീട്. പുറകുവശത്ത് ഇങ്ങനെ ഇളന്തിണ്ണുണ്ടായിരുന്നു നീളത്തിൽ. അവിടെ ഇങ്ങനെ ചട്ടിക്കലങ്ങളൊക്കെ, പാത്രങ്ങളൊക്കെ, കറി വെക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചിരിക്കുന്നതൊക്കെ എൻ്റെ മെമ്മറിയിലുണ്ട്. എനിക്ക് തോന്നുന്നൊരു പച്ച പെയിന്റ് അടിച്ച വീടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ പച്ച ഓർ റോസ് ഓടിട്ട ഒരു പഴയ ഒരു വീടായിരുന്നു. പിന്നീട് അത് ഞാൻ അവിടെ സ്കൂളിൽ നിന്ന് പോരുന്നതിന് മുമ്പേ തന്നെ ആ വീട് പൊളിച്ചിട്ട് അവിടെ വേറെ വീട്, വാർക്ക വീടൊക്കെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എൻ്റെ ഏറ്റവും നല്ല മെമ്മറികളാണ്. അത് അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു വളർന്ന എനിക്ക് തീർച്ചയായിട്ടും കുക്കിംഗ് വീഡിയോസ് ചെയ്യാനും അത് മറ്റുള്ള ഹായ് ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അത് ഓണാവണ്ടേ? സ്വാഗതം. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ചൂടാണ് കേട്ടോ. ഇതുപോലത്തെ ചൂട് വേറെ നാട്ടിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് കമന്റ് ഇട്ടേക്കണേ. അതല്ല, ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചൂട് അനുഭവിക്കുന്നവര് വേർത്തിട്ടങ്ങ് കുളിക്കുവാണ്, പക്ഷെ ദാഹം തോന്നണില്ല. എനിക്ക് ദാഹം തോന്നുന്നില്ല, പുട്ട് തിന്നിട്ടല്ല. വീണ്ടും ദാഹം കൂടും. ഞാൻ പറയട്ടെ, പക്ഷെ എനിക്ക് അങ്ങനെ ദാഹം വന്നില്ല. മനസ്സിലല്ലേ വെള്ളം കുടിക്കുള്ളൂ. ഇതിനെ ന്യൂട്രല് തന്നെ നക്കി തിന്നണേ. ബ്രെഡ് വാങ്ങിച്ചോണ്ടിരാൻ പറയാൻ പറ്റായിരുന്ന പപ്പയോട്. പപ്പ തേരവാരം അടക്കട്ടായിരുന്നല്ലോ. അയ്യോ, പിന്നെ ഞാൻ കുതിര കളിച്ചു നടക്കുന്നത്, കുതിരപ്പുറത്ത് നല്ല ടേസ്റ്റാ. വേണ്ടെന്ന് പറഞ്ഞ സാധനം അവൻ എന്നാ കാണിച്ചാലും ചേട്ടൻ തിന്നൂലെന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. അത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള സാധനം തരുമല്ലോ. ഓറഞ്ച് ആപ്പിളോ ഒരു ദിവസം തന്നെ ഞാൻ കഴിക്കും. ഈ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ കഴിക്കും. പിന്നെ കമന്റ് ഒന്നും പറഞ്ഞ കാര്യമില്ലല്ലോ. കണ്ടോ? കണ്ണറിയാൻ പാടില്ല. എന്നെ പറ്റിയെന്നറിയാവടാ, ലിപ്സ്റ്റിക്കാ നിർത്തിട്ട് സിന്ദൂരം എടുത്തിട്ട് ചുണ്ടായിട്ടപ്പോഴാ ലിപ്സ്റ്റിക് അല്ലെന്ന് മനസ്സിലായത് ടേസ്റ്റ് കണ്ടപ്പോ. കണ്ണറിയില്ല ചേട്ടാ. എനിക്ക് ഇതൊന്നും എടുത്തു തരാവടാ. ചൂടാണെങ്കിൽ ലിപ്സ്റ്റിക്ക് മസ്റ്റാ. അപ്പൊ ഈ ചൂടത്ത് എങ്ങനെ ചേട്ടാ ചായ കുടിക്കണേ? ചേട്ടൻ വന്നപ്പോ തന്നെ ചായ തരാൻ പറഞ്ഞു. ഓ, ഒരു രക്ഷയില്ലാട്ടോ, അതുമാതിരി ചൂടാ. ഞാൻ സാധാരണ വന്ന അപ്പൊ തന്നെ ഞാൻ കുളിക്കാത്ത ടീമാ. പക്ഷെ ഞാൻ വന്ന വഴി ഡ്രസ് ഊരി നേരെ കുളിക്കാൻ കയറിയത്. ചായ കപ്പ് എടുത്തു തരാവോടാ. എടാ കപ്പിങ് എടുത്തന്നടാ അരിപ്പേ. എടാ വേഗം താടാ. കണ്ണിന് കാഴ്ചയില്ലാത്തോണ്ട് എനിക്ക് സത്യത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. കണ്ണാടി വെക്കണം. അതുപോലെ എനിക്ക് കാഴ്ചയില്ല. കാഴ്ച കംപ്ലീറ്റ് ഗോവിന്ദ 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 അനരെ ഗോവിന്ദ. ഈ ചൂടി ഞാനിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ കുടിച്ച് ഞാൻ വീണ്ടും വേർക്കും. അതുകൊണ്ട് വേണ്ട. ചായയുടെ ചൂട് ആറിയിട്ടാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. ഈ ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വേർക്കും. ഞാൻ ഇന്നലെ 50 പ്രാവശ്യം കുടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ആ കിണറ്റിനകത്ത് ഇറങ്ങി കിടക്കേണ്ടി വരും. ചേട്ടന് ചുണ്ട് കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ചായ പിയോगे പിയാ. എടാ ആ മറ്റേ പട്ടാണി എന്തിയടാ? മഞ്ഞ പട്ടാണി പറയടാ. അത് കൊള്ളാലോ. അവൻ അറിയൂലെന്ന് പോലും. ചേട്ടൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അയ്യോ, ഇതെന്തോ ഇത് തലമാലും കാണാൻ മേലെ.
നീ എന്നാ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന കാര്യം താങ്ക് യു. കടല ഉണ്ടോ? ഇത് പണ്ട് 50 പൈസക്ക് ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ഇതിനിപ്പോ ഒന്ന് പൊട്ടിക്കണല്ലോടാ. അതിനിപ്പോ ഞാൻ ആരെ വിളിക്കും? കത്രിക അതിന് ചൊറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അത് കേറിയിരിക്കോ വെയില്. പറഞ്ഞിട്ട് കാര്യമില്ല. കത്രിക വായിന്നിറങ്ങി വരൂ. ടുടും ടുടും. നീ എന്നെ ഈ കാണിക്കണതാ. ഇന്ന് കൊച്ചിനെ കടല മുറിക്കാൻ വേണ്ടിട്ട് സാധനം വേണം. അത് നിങ്ങൾ എടുത്താടാ. എടാ വാസ്കോ, ഇതിൽ ഏതാണ് സാധനം എന്ന് പറയൂ. അതെ, കത്രിക. കടലാണോടാ? നന്ദിന്നാകാം. അതിന് കഞ്ഞി കൊടുത്തായിരുന്നോ? ലോഡ് കൊടുത്തു. നന്ദിന്നാകാം. അതിന് ചോറ് കൊടുത്തായിരുന്നോ? ഞാൻ കൊടുത്തില്ല. ഞാൻ ലോഡ് കൊടുത്തു. എന്തോരും ആ വിശന്നിട്ട് കയറാൻ നിൽക്കണം. അതിന് ചോറ് എടുത്ത് കൊടുക്കണം. അത് തിന്നാൻ കയറാന്നായിരിക്കും. എടാ അതിന് ചോറ് കൊടുത്ത് വിശന്നിട്ടാ വന്നിരിക്കണത്. അതിന് നിപ്പ് കണ്ടാ അറിയാം. മുട്ട പൊട്ടിച്ച് കൊടുക്ക. അതിനെ പിന്നെ ഇവിടെ പകടി ഇട്ടിട്ട് കൊച്ചു പട്ടിണിയാ. ഡോഗ് ഫുഡ് ആണോടാ? അതിനിച്ചിരി കഞ്ഞി കൊടുക്കാറുള്ള ഇനി ചൂട് കാലത്ത്. എനിക്കാണെങ്കിൽ ഇപ്പൊ വരുന്ന കമന്റുകളിൽ കൂടുതലും വരുന്നത് എവിടെയായിരുന്നു ഇത്ര നാളും, കാണാനില്ലല്ലോ കാണാനില്ലെന്ന്. ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഒരു 10-15 പേര് കണ്ടു കഴിഞ്ഞാലും അതിൽ വരുന്ന കൂടുതലും വരുന്ന കമന്റ് എവിടെയായിരുന്നു ഇത്ര നാളും കാണാനില്ലല്ലോ കാണാനില്ലല്ലോ. നമ്മളെ വീഡിയോ ആരിലേക്ക് എത്തുന്നില്ല, നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. കാരണം ജനുവരി മുതൽ പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. കുടുംബത്തിന് കുറച്ച് പേരുടെയൊക്കെ മരണം മൂലം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. മെസ്സേജിൽ ഏട്ടൻ മരിച്ചുപോയി. ചേട്ടായുടെ ഭാര്യ മരിച്ചുപോയി. അപ്പം അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് പിന്നെ വീഡിയോ ഒന്ന് അതിന് ഇടാതെ നിൽക്കണം. എനിക്ക് പാവം തോന്നുന്നു. ഈ പട്ടാണിക്കാട്ടിലെ നൊസ്റ്റാൾജിയ ഉള്ളൊരു കമന്റ് ഇടണേ. മഞ്ഞ കളറ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കുപ്പിയുടെ അടപ്പിൽ കിട്ടുമായിരുന്നു 50 പൈസ. 5 പൈസ 50 പൈസ. 10 പൈസക്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ. ചേട്ടന്റെ കാലഘട്ടം അല്ല എന്റെ കാലഘട്ടം. എന്റെ കാലത്ത് ചേട്ടൻ്റെ ഒരു പുച്ഛം. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യമായിട്ട് പറയട്ടെ. നമുക്ക് ഇത് കാലൊക്കെ നോക്കി വെച്ചിരിക്കണേ. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാ അങ്ങനെ കുറച്ച് ട്രാജഡികൾ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിൽ കുടുംബങ്ങളിൽ സംഭവിച്ചത് കൊണ്ട് ആ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം, പിന്നെ അതിന് എഡിറ്റ് ചെയ്യണം, അതിൽ ലോഗോയൊക്കെ കയറ്റണം, അത് കയറ്റണം, ഇത് ഞാൻ ഇൻട്രോയൊക്കെ കയറ്റണം, എന്നിട്ട് പിന്നെ അതിരുന്ന് എഡിറ്റ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്ത് ഒന്നിച്ചെല്ലാം കൂടെ പാട്ടായിട്ട് എടുക്കുന്ന വീഡിയോസിനെ നമ്മൾ ഒന്നിച്ച് എഡിറ്റ് ചെയ്തെടുത്തിട്ട് 4 GB 5 GB ഒക്കെ വീഡിയോ ആയിരിക്കും. അത്രയും GB നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളത് വീണ്ടും ഇട്ടിട്ട് അതിന് MB-യിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഇഷ്യൂസോ സ്ട്രൈക്കോ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യണം. തമ്പനെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു കാണുമല്ലോ കാര്യങ്ങളൊക്കെ എഴുതിയ സാധനം അത് ചേർക്കണം. പിന്നെ ആർട്സ് പരസ്യം ചേർക്കാനുള്ളതെല്ലാം ഓണാക്കി ഇടണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. 2-3 മണിക്കൂറത്തേക്കുള്ള കാര്യങ്ങൾ മൊത്തമുണ്ട്. ഇതെല്ലാം കൂടെ ആ സമയങ്ങളിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇടാമിണ്ടല്ലേ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതും ബോറല്ലേ, കാണുന്നവർക്കൊരു ബോറല്ലേ. എടാ ഞാനൊരു കാര്യം പറയുമല്ലേ, അത് കാണുന്നവർക്കൊരു ബോറല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം വീഡിയോ അങ്ങ് ഇടാതിരുന്നത്. പിന്നെ
ഇടയ്ക്കാണെങ്കിൽ ഷോർട്സ് വീഡിയോയും ഇടാൻ പോയില്ല. കാരണം ഈ ഒരു കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഷോർട്സ് വീഡിയോ ഇടാൻ പോയില്ല. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോസ് അങ്ങ് മിസ്സായി പോയി കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നില്ല, വരുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോ ആരും പിന്നെ എടുത്ത് നോക്കത്തൊന്നുമില്ല. ബിന്ദുസ് ഡ്രീംസ് എന്ന് മറ്റേ ടൈപ്പ് ചെയ്ത് മറ്റേ നോക്കുന്നവർ വളരെ കുറവായിരിക്കും. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് കാണുന്നവരുടെ വീഡിയോസ് ഇങ്ങനെ ഫ്രണ്ട് ഹോം പേജിൽ തന്നെയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കാണാത്ത സ്ഥിതിക്ക് ഓട്ടോമാറ്റിക്കലി അതങ്ങ് നിന്നു പോകും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരുടെ വീഡിയോസ് നമ്മൾ കുറച്ചാൾ കാണാതിരിക്കാമെങ്കിൽ പിന്നെ അവർ വീഡിയോ ഇടുന്നുണ്ടാകും, നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടിട്ടുണ്ടാകും, ഓൾ ഓപ്ഷനും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റത്തില്ല. കുറേ നാൾ കാണാതെ ഓട്ടോമാറ്റിക്കലി പോകും. ഈവൻ ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ആണെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് കാണുവാണെങ്കിൽ അവരുടെ വീഡിയോസ് ഡെയിലി നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഹോം പേജിൽ തന്നെ വന്ന് കിടക്കും. അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന പേജിൽ തന്നെ വന്ന് കിടക്കും. അപ്പം നമ്മുടെ വീഡിയോസും അങ്ങനെ ഒത്തിരി പേർക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതൊന്നും കാണാൻ പറ്റാത്തത്. അതുമാത്രമൊന്നുമല്ല, അങ്ങനെ വീഡിയോസ് അങ്ങ് മിസ്സായി പോയി. പക്ഷെ ഷോർട്ട് വീഡിയോസ് കാണുന്നവർ ചിലപ്പോൾ ലോങ് വീഡിയോ കാണണം എന്നൊന്നുമില്ല. ലോങ് വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ഷോർട്സ് വീഡിയോസ് മാത്രം കണ്ട 1 മിനിറ്റിൻ്റെ വീഡിയോ കാണാനായിട്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യമുണ്ട്. പിന്നെ ലോങ് വീഡിയോയുടെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഇപ്പം കയറി വരുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീഡിയോസ് പോകുന്നുണ്ട്. പുതിയ വീഡിയോ അല്ലെങ്കിൽ പഴയ വീഡിയോസിന് വ്യൂസ് കയറി വരുന്നുണ്ട്. പക്ഷേ പുതിയ വീഡിയോസ് ആളുകളിലേക്ക് എത്താത്തതിന് കാരണം പ്രധാനമായിട്ടും ഈ ഒരു കാരണമാണ്. നമ്മുടെ വീഡിയോസ് ആളുകളിലേക്ക് എത്താത്തത് കൊണ്ടാണ്, നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ്. ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും കണ്ടിട്ട് പിന്നെ അതിൻ്റെ കുറേ അന്നേരം തന്നെ ഇരുന്ന് 2-3 വീഡിയോയും ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കാമെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എത്തുന്നതാണ്. ഇനിയിപ്പം നമ്മൾ യാതൊരു ലാഗും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 7 മണിക്ക് തന്നെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനിയിപ്പം നമുക്ക് വേറെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പരമാവധി വൈകുന്നേരം ഇരുന്നൊക്കെ എഡിറ്റ് ചെയ്തൊക്കെയാണ് പിറ്റേന്നത്തെ വീഡിയോകൾ ഇപ്പം ഇടാനായിട്ട് നോക്കുന്നത്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുക്കിംഗ് വീഡിയോ 1 മിനിറ്റ് കിച്ചണൊക്കെ ഇടുമ്പം നല്ലതാണ്. അപ്പം കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചെറിയ എന്തെങ്കിലും സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും അത് കുക്ക് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കുവാണെങ്കിൽ, വെറുതെ പാട്ടൊക്കെ ഇട്ട് വെറുതെ ഒന്ന് കുക്ക് ചെയ്യുന്ന രീതി കാണിക്കുവാണെങ്കിൽ ഒട്ടും പാചകം അറിയാത്തവർക്കൊക്കെ അതൊരു ഉപകാരപ്പെടും. അല്ലെങ്കിൽ വേറെ രീതിയിൽ കുക്ക് ചെയ്യുന്നവർക്ക്. അപ്പം ഞാൻ വലിയ കുക്കൊന്നും അല്ല, എനിക്ക് വലിയ പാചകത്തിൻ്റെ അങ്ങനെ വലിയ കാര്യമൊന്നും അറിയാൻ പാടില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനും യൂട്യൂബിലൊക്കെ പോയി നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കുക്കിംഗ് ചാനലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാനും ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു എരിശ്ശേരി ഇപ്പം വെച്ചാൽ പോലും പിറ്റേന്ന് വീണ്ടും അത് വെക്കുന്നില്ല, പിന്നെ അത് എന്തെങ്കിലും ഒരു കാലത്ത് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ അത് വീണ്ടും പോയാൽ ഒന്ന് എടുത്തു നോക്കും. ഞാൻ എപ്പോഴും നോക്കുന്ന ചാനൽ ഷാൻജിയുടെ ചാനൽ, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റൂല. പിന്നെ ഞാൻ ലോങ് വീഡിയോ ഒരു 20 മിനിറ്റിൻ്റെ ഒക്കെ ലോങ് വീഡിയോ ഇടുമ്പോൾ തന്നെ പറയാറുണ്ട്, ഇതൊരു കുക്കിംഗ് ചാനലൊന്നും അല്ല, നമ്മൾ വീട്ടിൽ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസത്തിന് വീഡിയോ പിടിക്കുന്നു, ഭാവിയിലേക്ക് ഒരു മെമ്മറീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് ഇടുന്നു. പിന്നെ ഇങ്ങനെ ഓടി നടന്ന് പണി ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് ചിലർക്കെങ്കിലും ഇഷ്ടമുണ്ടായിരിക്കാം. ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ ദൂരെയായിരുന്നു സ്കൂള്, ഹൈസ്കൂള്. 7 വരെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലും 8, 9, 10, +1, +2 പാലക്കാട് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പം 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ രാവിലെ ബസ്സിന് പോകും. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ വളരെ നഷ്ടമാണ്. കാരണം അവർക്ക് നടന്നു പോകാം, സ്കൂളിൽ നടന്ന് സംസാരിച്ചൊക്കെ പോകാൻ പറ്റാറില്ല. കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി വഴി അരികിൽ സൈഡിലുള്ള പറമ്പിൽ കയറി ജാതിക്കയും പേരയ്ക്കൊക്കെ പറിച്ച് തിന്ന് നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നത്. അപ്പം
രാവിലെ ഞങ്ങൾ ബസ്സിന് പോകും, തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നടന്നു വരും. അങ്ങോട്ട് പോകുമ്പോൾ ഒരു കയറ്റാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഇറക്കമാണ്. തിരിച്ച് ഞങ്ങൾ നടന്നു വരും. അപ്പം അങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് പാലക്കുഴയിൽ ഞങ്ങളുടെ സ്കൂളും കഴിഞ്ഞ് ചെറിയൊരു കയറ്റം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ നിരന്നൊരു പ്രദേശം, ഒരു അംഗൻവാടിയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു കാവ്, ഒരു അമ്പലമൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ആദ്യം തന്നെ റോഡരികിൽ തന്നെ ചേർന്നിരിക്കുന്ന ആ സൈഡിൽ തന്നെ താഴെയുള്ളൊരു ചേച്ചി ഞാൻ എപ്പോഴും കാണുമായിരുന്നു. ചേച്ചി ഓടി നടന്ന് ജോലി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ കാണാറുണ്ട്, ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ ചേച്ചി ഒരു ദിവസം ഞാൻ തൊടുപുഴ ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഒന്ന് ഓടി ഒന്ന് മിണ്ടി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ ചോദിച്ചു, ചേച്ചി ആ വീട്ടിലെ ചേച്ചിയല്ലേ, ചേച്ചിയൊക്കെ പണിയെടുക്കണം കണ്ട് ഞാനിപ്പോഴും ഓർക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നതിൽ നടന്നു പോയാലും ആ ചേച്ചി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നതായിരിക്കും കാണാം. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആ ചേച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നൊക്കെ സമയത്ത്, കുഞ്ഞു ഒച്ചയൊക്കെയുള്ള സമയത്തൊക്കെ അന്നത്തെ ഫാഷനായിരുന്നു. 98, 99 കാലഘട്ടങ്ങളിലൊക്കെ 98, 99, 2003 വരെ പാലക്കാട് സ്കൂളിൽ പഠിച്ച. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഇത്ര ഇറക്കമുള്ള കൈയുള്ള നൈറ്റിയ, ഇവിടെ നിന്നും പഫ് കാണും, അടിയിൽ നിന്നും പഫ് കാണും, ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ലും കാണും. അന്നത്തെ മോഡലായിരുന്നു. അതൊക്കെ എടുത്ത ചുരുണ്ട മുടിയുള്ള ചേച്ചിയാണ്. ചിലപ്പോൾ മുടി കുളിപ്പിന്നലൊക്കെ പിന്നെ, അല്ലെങ്കിൽ മുടി തോർത്തൊക്കെ ഇട്ട് കെട്ടി വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ. അന്ന് പഴയ വീടായിരുന്നു, ഓടിട്ട് പഴയ വീട്. പുറകുവശത്ത് ഇങ്ങനെ ഇളന്തിണ്ണുണ്ടായിരുന്നു നീളത്തിൽ. അവിടെ ഇങ്ങനെ ചട്ടിക്കലങ്ങളൊക്കെ, പാത്രങ്ങളൊക്കെ, കറി വെക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചിരിക്കുന്നതൊക്കെ എൻ്റെ മെമ്മറിയിലുണ്ട്. എനിക്ക് തോന്നുന്നൊരു പച്ച പെയിൻ്റ് അടിച്ച വീടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ പച്ച ഓർ റോസ് ഓടിട്ട ഒരു പഴയ ഒരു വീടായിരുന്നു. പിന്നീട് അത് ഞാൻ അവിടെ സ്കൂളിൽ നിന്ന് പോരുന്നതിന് മുമ്പേ തന്നെ ആ വീട് പൊളിച്ചിട്ട് അവിടെ വേറെ വീട്, വാർക്ക വീടൊക്കെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എൻ്റെ ഏറ്റവും നല്ല മെമ്മറികളാണ്. അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു വളർന്ന എനിക്ക് തീർച്ചയായിട്ടും കുക്കിംഗ് വീഡിയോസ് ചെയ്യാനും അത് മറ്റുള്ളവരെയൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ഒരു ചെറിയൊരു താല്പര്യം വരില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്നതും ചാരം കോരുന്നതും വിറകടുപ്പ് കത്തിക്കുന്നതും കുക്ക് ചെയ്യുന്നതും പാത്രം കഴുകുന്നതും പിന്നെ നമ്മുടെ ചുറ്റുമുള്ള കിളികളെയും പക്ഷികളെയും കാടുകളും മരങ്ങളും ഇലകളും ചെടികളൊക്കെ കാണിക്കുന്നതും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ അതുപോലെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോ ഇടുന്നത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ വലിയ ട്രാവലിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് വീഡിയോസ് ഇടാം, വേണമെങ്കിൽ ആൾക്കാർ കാണാം. കുറച്ച് ബഡ്ജറ്റ് കൂടിയ വീഡിയോസൊക്കെ വേണമെങ്കിൽ നമുക്കിടാം, കാശ് മുടക്കി ചെയ്യാം. ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് എഡിറ്റ് ചെയ്തൊക്കെ നമുക്കിടാം. അതൊന്നുമല്ല, നമുക്ക് സാധാരണക്കാരായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ലൈഫ് കാണിക്കുക, സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടൊക്കെ കാണിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ജീവിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ഇടുന്നതും. ഇപ്പം കണ്ടില്ലേ, ഗ്യാസിനൊക്കെ ഭയങ്കരമായ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിറകടുപ്പ് കത്തിക്കുന്നു, വിറകെടുക്കുന്നു. നമ്മൾ ജീവിക്കാൻ കൊറോണ വന്ന കാലത്ത് നമുക്ക് കടകളൊന്നും അവൈലബിൾ അല്ലാതിരുന്ന കാലത്ത് നമ്മൾ പറമ്പിൽ നിന്നും ചക്ക പറിച്ചെടുത്ത് പല വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ച്, ചക്കക്കുരു കൊണ്ട് നമ്മൾ കട്ട്ലറ്റ് വരെ ഉണ്ടാക്കി കഴിച്ചവരാണ് നമ്മൾ മലയാളികൾ. അപ്പം ഏതൊരു ജീവിത സാഹചര്യം വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ ഇതൊക്കെ കത്തിച്ചൊക്കെ തന്നെയാണ് വളരെ, അന്ന് രോഗങ്ങളും അസുഖങ്ങളൊന്നും വളരെ കുറവായിരുന്നു. ഇന്ന് ആധുനികതയിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു കഴിഞ്ഞപ്പം എടാ സൗണ്ട് കേൾപ്പിക്കില്ലേ, ആധുനികതയിലേക്കൊക്കെ നമ്മൾ കൂടുതൽ കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മോഡേൺ കഴിഞ്ഞപ്പോഴത്തേക്കും അസുഖങ്ങളും കൂടിയില്ലേ. അപ്പം അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയും ജീവിക്കാം, നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കും എന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ, അതും എൻ്റെ ഒരു സ്വപ്നമാണ്. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുക എന്നുള്ള ഒരു സ്വപ്നമാണ്. പിന്നെ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും എന്തൊക്കെ വിദ്യാഭ്യാസമൊക്കെ നേടിയാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും എനിക്ക് ഈ തരത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം.
പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനുള്ളത് അതിലും വലിയൊരു സന്തോഷം. ഞാൻ എന്ത് പറഞ്ഞാലും കട്ടയ്ക്ക് കൂടെ നിന്നോളും. അത് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പം ഇതൊക്കെയാണ് കാര്യം. വീഡിയോ വരാത്തതിന് കാര്യം ഇതാണ്. നോട്ടിഫിക്കേഷൻസ് വന്നാലും നമ്മുടെ വീഡിയോ കുറേ നാളായിട്ട് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ വീഡിയോ അവരുടെ കിട്ടത്തില്ല. അത് എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ആൻസൂട്ടൻ എന്നോട് പറഞ്ഞു, പണ്ട് നമ്മളൊരു വീഡിയോ കാണില്ലായിരുന്നു, അവരുടെ വീഡിയോ ഇപ്പം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. ആരാന്ന് പറഞ്ഞ് ചിന്തിച്ച് ഒരു ദിവസം അവരുടെ വീഡിയോ എങ്ങനെയോ യാദൃശ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ വീഡിയോ ആയിരുന്നു ആൻസൂട്ടൻ പറഞ്ഞത്. കുറേ നാളായിട്ട് അവരുടെ വീഡിയോസ് നമ്മൾ കാണാറില്ലായിരുന്നു, അതുകൊണ്ട് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം സ്ഥിരമായിട്ട് കാണുന്ന വീഡിയോസ് എനിക്ക് ഡെയിലി വരുന്നുണ്ട്. അപ്പം ഇതാണ് കാര്യം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം നമ്മൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് അവിടെ ഇരിക്കാം. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബൈ.